ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കാശ്മീർ ഡേ 4 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ട്രാവലിംഗ് ആണ്. നമ്മൾ ഇന്നാണ് പഹൽഗാമിലേക്കൊക്കെ പോണത്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഉമ്മും തത്തമ്മയും ടി വി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തേയും പോലെ നമ്മുടെ റൂം ആകെ മെസ്സായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായി താഴെ ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങും. ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സിയിലാണ് പോണത്. പുറത്തുനിന്ന് ആരും കയറേണ്ടത്, നമ്മൾ തന്നെ ഒരു 8 പേരുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് വേറൊരാളെ നമ്മൾ പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ദിവസം മഞ്ഞത്തായതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് കുറച്ച് വെയിൽ കണ്ടപ്പോൾ ആ വെയിലിനോട് നോക്കി നമ്മൾ കുറേ നേരം അവിടെ തന്നെ നിന്നിട്ടാ വണ്ടിയും കാത്ത്. പോണ വഴിക്ക് നമ്മളൊരു ആപ്പിൾ തോട്ടത്തിൽ കയറി. ആപ്പിൾ ഉണ്ടാവുന്ന സീസണൊന്നല്ല, എന്നാൽ ആപ്പിൾ ജ്യൂസും പിന്നെ അവിടെ എന്തോ അച്ചാറും ജാമൊക്കെ ഇരിക്കണുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറിയതാട്ടോ, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആപ്പിൾ മുറാബ ഇത് ജാമാണത്. ആ ബ്രെഡ് ഇരിക്കല്ലേ നമ്മുടെ അടുത്ത്. मैं आपको थोड़ा सा टेस्ट के लिए बताऊंगा। कुछ नहीं करेगा। ये 250 का है, बस फर्क इसमें है वॉलनट एप्पल जैम में और ये लोटस में। वो क्या है, किधर है? ये भी 250 का ये वाला। ये देखो सर, इसी मार्च में बना है जो है। ये देखो सर, इसी मार्च में बनाया गया है। नेक्स्ट ईयर मार्च में खत्म हो जाएगा और 1 साल की शेल्फ लाइफ रहेगी। ये मैंने टेस्ट बना सेल में ग्लास का है, दूसरा ग्लास नहीं है। ये आप पी लो पहले। मैंने टेस्ट के लिए लाया था। टेस्ट ग्लास लेके और टेस्ट के लिए, फिर मैं उसके लिए आप ट्राई करो और उसका फीडबैक बताओ कैसा रहता है। अच्छा ना, 4 5 6 7 आपके लिए दूसरा क्या रेट है इसका? 50 पर गिलास लेता है आपके लिए। टोटल बना और now बना is now। ആപ്പിൾ വാലി, ഇത് ആപ്പിളിൻ്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ച സമയത്ത് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 ഗ്ലാസ് പിന്നെയും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 4 ജാറ് അച്ചാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന സമയത്ത് ഒരു കുട്ടി ഈ മുയലിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നു. അങ്ങനെ ആയുഷ്മാനെ കാണിച്ചു കൊടുത്തു. ആയുഷ്മാനെ കൊണ്ട് ഫുഡൊക്കെ കൊടുപ്പിച്ചു. പിന്നെ നമ്മളങ്ങനെ നേരെ പഹൽഗാമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഈ കാണുന്ന മഞ്ഞ കളർ പൂവിൻ്റെ ആ സംഭവം കടുകിൻ്റെ തോട്ടാന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷെ കണ്ടിട്ട് അങ്ങനെ കടുകായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. എനിക്കറിയില്ല കറക്റ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു തോട്ടം കാണാൻ വേണ്ടിയിട്ട്. ഐഷയുടെ കയ്യിലിരിക്കണത് ഈ ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ ചേട്ടന്മാർ തന്നതാണ് കേട്ടോ. അങ്ങനെ 2-3 ആപ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആപ്പിളായിരുന്നു കേട്ടോ. പിന്നെ ഐഷ അത് വേറൊരാൾക്കും കൊടുക്കണമുണ്ടായിരുന്നില്ല, കഴിക്കണമുണ്ടായിരുന്നില്ല, വെറുതെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
ഈ പാർക്ക് കഴിഞ്ഞ പാടി നമ്മുടെ ബാഗ് കാറിൻ്റെ മേളിൽ വെച്ചേർന്നത് ഒരെണ്ണം താഴത്തേക്ക് വീണു. പിന്നെ പൊട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല, അതാരണോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ ബാഗൊക്കെ എടുത്ത് ഒന്നും കൂടി സേഫൊക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെയും മുമ്പോട്ട് തന്നെ പോയി. ഫൈനലി നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ കാണാൻ വേണ്ടി കാത്തിരുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് വന്നപ്പോൾ ഇത് ഇങ്ങനെയൊന്നല്ലായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ, ഇപ്പോൾ കോലൊക്കെ വെച്ച് വേറെ മാതിരിയായി. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ചന്ദൻവാടി, ബേതാബ് വാലി അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൻസൂർ ഭായ്. നമ്മളോടൊക്കെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മുടെ അസ്ലം ഓയമാട്ട ഞങ്ങൾക്ക് ഈ മൻസൂർ ഭായിനെ പരിചയപ്പെടുത്തി തന്നത്. നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വണ്ടി നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ. പിന്നെ മൻസൂർ ഭായ് ഫസ്റ്റ് ടൈമാണ് ഐഷുമാനെ കാണുന്നത്. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഉമ്മച്ചിനെയും അപ്പച്ചിനെയും അതേ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയാറുണ്ടോ. നമ്മുടെ റൂമിൻ്റെ തൊട്ട് ബാക്കിലാണ് മൻസൂർ ഭായിയുടെ വീട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചന്ദൻവാടിയിലേക്കാട്ടോ പോയത്. അപ്പോൾ ഒരുപാട് മേളിലേക്കൊന്നും പോയില്ല. ഫ്രഷ് സ്നോ കിട്ടണതിൻ്റെ അവിടെ വരെ പോയി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളിത് ഈ ഒരു ആടിനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഐഷുമാനെ നമ്മൾ മൻസൂർ ഭായിനെ ഏൽപ്പിച്ചു. കാരണം സ്നോയിൽ ഡ്രൈ ഐസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തെന്നി വീഴാൻ വേണ്ടിയിട്ടൊക്കെ പോകണ്ടായിരുന്നു. മൻസൂർ ഭായി ആകുമ്പോൾ അവിടുത്തെ ബൂട്ടാർന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഴില്ല എന്നുള്ള ഒരു ഇതിൽ പുള്ളീനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് നടന്നു. ഞങ്ങൾ റെൻറ്റിന് വേറെ ബൂട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഷൂസ് തന്നെ ഇട്ടിട്ടായിരുന്നു അവിടെയുള്ള മിക്ക ആൾക്കാരുടെയും ഫേസിൽ ഇതുപോലെ മോയ്സ്ചറൈസർ വെറുതെ കിട്ടിയേക്കണ പോലെ വാരി തൂക്കി ഇട്ടേക്കായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ട് ചിരി വയ്യായിരുന്നു. ഈ പുള്ളിക്കാരൻ റാബിറ്റിനായിട്ട് കുറേ നേരം നമ്മുടെ അടുത്ത് നിന്ന് ലാസ്റ്റ് പുള്ളിക്കാരൻ മതിയായി പിണങ്ങി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നോക്കിയപ്പോൾ തത്തമ്മയ്ക്ക് ഫ്രീ ആയിട്ട് പ്രാവിനെ തോളത്ത് വെച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി പോകുന്ന വഴിക്ക് കുറേ ഷോപ്പ് ഉണ്ടായിരുന്നിട്ട് എല്ലാ ഷോപ്പിലും ഞാനൊന്ന് കയറി ഇറങ്ങി. പക്ഷെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിയുടെ അടുത്ത് എത്താറായപ്പോൾ ഞാനൊന്ന് കറങ്ങി എടുത്തതാണ് കേട്ടത് ഈ ഒരു വീഡിയോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത സ്പോട്ട് ബേതാബ് വാലിയാണ്. ഇവിടെയാണ് സൽമാൻ ഖാൻ്റെ ബജ്റംഗി ഭായ്ജാൻ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തതെന്നാണ് കേട്ടോ പറഞ്ഞത്. കുറേ മുടിയുള്ള ആടുകളിനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് പാസ് എടുത്ത് നമ്മൾ നേരെ കയറി വേറൊരു വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് സ്ട്രോളർ എടുത്തു. എന്നെ ഇക്കാക്ക ഉന്താണ് കേട്ടോ. എൻ്റെ മടിയിൽ ഐഷുമായും ഉണ്ട്. ബാക്കി എല്ലാവരും നടന്ന് ഞാൻ കുറച്ച് നേരം അതിലിരുന്നിട്ട് പിന്നെ മൂന്ന് തത്തമ്മക്കും കൊടുത്തു. അത് പോണ വഴിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്നാണ് കേട്ടോ പോണത്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല.
പിന്നെ ഈ പ്രാവശ്യം ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താണെന്നറിയോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോണത് കോസ്റ്റ്യൂം ഇട്ട് വീഡിയോ എടുക്കാൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ. ഫാമിലി ഫോട്ടോയാണ് ഈ പ്രാവശ്യം കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത്. രണ്ട് വർഷം മുന്നേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് തന്നെ കേട്ടോ കോസ്റ്റ്യൂമും ഫോട്ടോസൊക്കെ എടുത്തത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് തന്നെ പോയത്. ആയുഷ്മാനെ നമ്മൾ താഴത്തേക്ക് ഇറക്കി വിട്ടു. എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, കുറച്ച് നേരം നടക്കട്ടെ എന്നുള്ള രീതിക്ക്. പിന്നെ ഒരു മഴയൊക്കെ പെട്ടെന്ന് പെയ്ത് നമ്മൾ നേരെ തന്നെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു, എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന. ആയുഷ്മ ഉറങ്ങിപ്പോയിട്ടോ പാവം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.